അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുടെ നോമ്പ് തുറ വീഡിയോ ആണേ. ഇന്ന് നമ്മുടെ അടുത്ത തൈക്കാവില്, അതായത് ഞങ്ങളുടെ അടുത്തുള്ള ദറസിൽ ഇന്നൊരു നോമ്പ് തുറ നമ്മളുടെ വകയാണ്. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാ. ഈ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് അതിനകത്തിടാനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൊണ്ടുപോവുക. ഇഞ്ചി അല്ല കേട്ടോ, ചുക്ക്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ അടുത്ത് അങ്ങനെ വലിയ പള്ളിയിലേക്കല്ല, ചെറിയ നമ്മളുടെ ദറസിലേക്ക്. വലിയ പള്ളിയിൽ വലിയ നോമ്പ് തുറയാണ്. ഇവിടെ കുറച്ച് കുട്ടികളും കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾ 10 വർഷത്തോളമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോമ്പ് തുറയോ മാസത്തിൽ ഒരു ദിവസം നമ്മുടെ വകയാണ്. അപ്പം ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞി. നമ്മൾ വെക്കുന്നത് അരച്ച് വീത്തി കഞ്ഞി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇനി എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്ന് പറയണേ. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് ചുക്കുപൊടി, ഉലുവ, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ പച്ചരിയും പച്ചരിയും പൊടിയരിയും കൂടെ ചേർത്താണ് ഈ കഞ്ഞി വേഗം വെക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് അരിയൊക്കെ കഴുകി ഇതായിട്ടിട്ടുണ്ട്. പിന്നെ ഇളക്കാണ് കാര്യം. അടിഭാഗത്ത് പിടിച്ചാൽ ആ കഞ്ഞിക്ക് ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തീയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേരും മാറിയും തിരിഞ്ഞ്. അപ്പം ഇടയ്ക്ക് ഡ്രസ്സ് മാറി. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഡ്രസ്സ് മാറിയല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇക്കായ്ക്ക് മാവൊക്കെ കൊണ്ടുപോകേണ്ടി വന്ന് അങ്ങനെയൊക്കെ കടയിലൊക്കെ പോയിട്ട് വരുവാണ്. നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ എല്ലാ വർഷവും വെക്കുന്ന കഞ്ഞി. പിന്നെ കഞ്ഞി മാത്രമല്ല കേട്ടോ, ഇതൊന്ന് വെന്ത് വരുന്നുണ്ട്. നല്ലപോലെ വെന്തിട്ട് വേണം നമുക്ക് ഇതിനകത്തുള്ള അരപ്പൊക്കെ വീത്താൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു അടുപ്പ് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ പയറും കൂടെ വേവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതും മൂടി വെച്ച് അത് രണ്ടും കൂടെ ഇരുന്ന് വേവാണ്. നമ്മളൊരു 4 മണിയൊക്കെ കഴിയും കുട്ടികൾ വരാൻ കേട്ടോ. അവിടുന്ന് ദർസിൽ നിന്ന് കൊണ്ടുപോകാൻ അവർ തന്നെ വന്ന് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ അരച്ചൊക്കെ കൊണ്ടുവരിക. ഇത് നമ്മൾ തേങ്ങയും മഞ്ഞപ്പൊടിയും മല്ലിയും കുരുമുളകും പിന്നെന്തുവായിരുന്നു ജീരകവും ഇത്രയും സാധനവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചിട്ട് നമ്മൾ ആ കഞ്ഞിക്കകത്ത് ഒഴിക്കും. കഞ്ഞി വെന്തതിന് ശേഷം മാത്രമാണ് ഞങ്ങളത് ചേർക്കുക. പിന്നെ ഒരു തിളപ്പ് അത്രേ ഉണ്ടാവും. ഇത്രയും കഞ്ഞിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അവിടെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ നമ്മുടെ പരിസരത്തൊക്കെ കുറച്ച് പേർക്കൊക്കെ കൊടുക്കും. പിന്നെ കുറച്ച് പേരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം അത്രയും പേർക്കുള്ള കഞ്ഞിയാണ് ഞങ്ങൾ ആ ഒരു കണക്കിലാണ് ഉണ്ടാക്കുന്നത്. കഞ്ഞിയും പയറും. പിന്നെ നമ്മൾ നോമ്പ് തുറയുമ്പോൾ നമ്മൾ അത് മാത്രമല്ലല്ലോ, നമ്മൾ ഫ്രൂട്ട്സ് സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് അങ്ങ് കൊടുത്തു വിടാറാ ചെയ്യുക. അവിടെ കുട്ടികൾ കൊണ്ടുപോയി കട്ട് ചെയ്ത്. അപ്പം അതൊരു ഞങ്ങൾക്ക് തോന്നി അതിലും ഭംഗിയായിട്ട് നമുക്ക് ഓരോരുത്തരുടെ കയ്യിലെത്തുന്ന വിധം ചെയ്യാം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളത് കവറിൽ പാക്ക് ചെയ്തായിരുന്നു ഓരോരുത്തർക്കായിട്ട് കൊടുത്തത്. ഇപ്രാവശ്യം നമ്മൾ വെച്ച് ഈ ഒരു കണ്ടെയ്നറിനകത്ത് ആക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഒരു 40 പേർക്കുള്ളത്, 40 പേരൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. 40 പേർക്കുള്ള ഫ്രൂട്ട്സ് 40 കണ്ടെയ്നറിലാക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ മുന്തിരി ജ്യൂസായിരുന്നു. മുന്തിരി ജ്യൂസ് ഒരു 2 വലിയ ബോട്ടിൽ ഒരു 50 പേർക്ക് കുടിക്കത്തക്ക കൊടുത്തു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മളുടെ നോമ്പ് തുറയായിരുന്നു. അത് കഴിഞ്ഞ് കൊടുത്തു വിട്ടത് പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാം ആക്കി. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ സമൂസയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. പിന്നെ വീട്ടിലേക്ക് വേണ്ടി ഞങ്ങൾ ഉന്നക്കായും ഇതൊക്കെയായിരുന്നു നമ്മളുടെ നോമ്പ് തുറ ഉണ്ടാവും. ഈ ജ്യൂസായിരുന്നു നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നോമ്പ് തുറക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ കുട്ടികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് നോമ്പ് തുറക്കാൻ സമയം കറണ്ടങ്ങ് പോയി. പിന്നെ നമ്മൾ ഇരുട്ടത്തിരുന്നാണ് അന്ന് നോമ്പ് തുറന്നത്. പറയണേ, എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുമ്പോഴും കറണ്ട് പോകും, ഈ സമയത്തും കറണ്ട് പോകാറുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഇരുട്ടത്ത് നോമ്പൊക്കെ തുറന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നീട് നമ്മളെ വീട്ടിലേക്ക് 2 അതിഥികൾ വന്നത്. അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ നമ്മൾ തുണിക്കർട്ടനായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. നമ്മൾ പുതുതായിട്ട് ബ്ലൈൻഡ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള വർക്കലയുള്ള ഒരു ടീമിനെയാണ് ഇൻവൈറ്റ് കർട്ടൻ സെൻറ്ററിൽ. അപ്പോൾ അവർ വന്ന് നമുക്കത് സെറ്റ് ചെയ്ത് തന്ന്, നല്ല അടിപൊളിയായിട്ട് സെറ്റൊക്കെ ചെയ്ത് തന്ന്. നമ്മൾ 2 ദിവസത്തിന് മുമ്പ് വന്ന് കളറൊക്കെ നോക്കി പിന്നെ അവർ അളവൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യസമയത്ത് തന്നെ അവർ കൊണ്ടുവന്ന് സെറ്റ്. നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം അവർ വന്നത് കേട്ടോ. നമുക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് അവരതുവരെ വെയിറ്റ് ഒക്കെ ചെയ്തിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ വന്ന് നല്ല പോലെ അതൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ചെറിയൊരു മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം തന്നെ അവർ കൊണ്ടുപോയി അത് കറക്റ്റ് ചെയ്ത്
സെറ്റ് ആക്കി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.